എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ മുമ്പിലുള്ളത് പിന്നെ NSSന്റെ സംസ്ഥാന അവാർഡ് ജേതാവ് സിന്ധു പടോളിയാണ്. ഞങ്ങളുടെ ബോട്ടണി ടീച്ചേഴ്സിന്റെ ജീവാത്മാവും പരമാത്മാവും കൂടിയാണ്. ടീച്ചർക്ക് ഈ വർഷത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് NSS പ്രോഗ്രാം ഓഫീസർ അവാർഡ് ലഭിച്ചിരിക്കുകയാണ്. സാധാരണ ലേഡീസിനൊക്കെ വളരെ കുറവാണ് കിട്ടാറുണ്ടെന്നെങ്കിൽ കൂടി അത്രയും നിശ്ചിതാടി ഉള്ളവർക്ക് കിട്ടുന്ന അവാർഡാണിത്. ടീച്ചർക്ക് എങ്ങനെയാണ് അവാർഡിന് ഇടയാക്കിയ സാഹചര്യം എങ്ങനെയാണെന്ന് ടീച്ചർ എന്താണെന്ന് പറയുന്നത് നോക്കാം. ടീച്ചറെ, നമസ്കാരം. ഈ വർഷത്തെ ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറുടെ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഒരുപാട് 3 വർഷമായിട്ട് കുറേ പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഗാന്ധിജി വിഭാവനം ചെയ്യുന്നത് പോലെ NSSൽ സാമൂഹ്യ സേവനത്തിലൂടെ പിന്നെ വ്യക്തിത്വ വികാസം എന്ന ആ ഒരു തീം ഉൾക്കൊള്ളുന്ന രീതിയിൽ NSS വിഭാവനം ചെയ്ത് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എടുത്തു പറയാനുള്ളത് ഒരു കുട്ടിക്ക് വീടെടുത്ത് കൊടുത്ത സ്നേഹഭവനം പദ്ധതിയാണ്. അപ്പോൾ സെറിബ്രൽ പാൾസി രോഗബാധിതയായ അന്യസംസ്ഥാന തൊഴിലാളി കുടുംബത്തിലുള്ള കുഞ്ഞിനാണ് വീടെടുത്ത് കൊടുത്തത്. ടീച്ചറോട് ഒരു കാര്യം ചോദിക്കാനുള്ള, അവരെ ആവശ്യപ്പെട്ടിട്ടാണോ ടീച്ചർ പിന്നെ വീടെടുത്ത് കൊടുത്തത്, അല്ല ടീച്ചർ സ്വയം കണ്ടെത്തിയിട്ട് അർഹത ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണോ, അല്ല ജീവിത സാഹചര്യം മനസ്സിലാക്കിയിട്ടാണോ എന്നൊന്നും? അവരൊരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ക്ലാസ്സിൽ ആ കുട്ടി ആബ്സെന്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലറായിട്ട് കുട്ടിക്ക് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല. പല ബുദ്ധിമുട്ടുകളും അവൾക്കുണ്ട്. സിസർ കട്ടാണ് കാല്. പിന്നെ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നമ്മുടെ NSS വളണ്ടിയർമാർ തന്നെയാണ് കുട്ടിയുടെ വീട് നമുക്ക് സന്ദർശിക്കാമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോഴേക്ക് കണ്ട കാഴ്ച നമ്മുടെ ആരുടെയും ഒരു എന്താ പറയേണ്ടത്, നമ്മുടെ കണ്ണിന് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു. 2 നായ്ക്കളെ കാവൽ നിർത്തിയിട്ട് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു വാടക കെട്ടിടത്തിലാണ് ആ കുട്ടി താമസിക്കുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ പോകുമ്പോൾ തന്നെ കാണുന്നത് നായ്ക്കളുടെ കുരയാണ് ഞങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു പെൺകുഞ്ഞിനെ ഒരമ്മ എന്താ 2 നായ്ക്കളുടെ കാവലിൽ നിർത്തിയിട്ട് ജോലിക്ക് പോവുക അല്ലെങ്കിൽ ആക്രി പെറുക്കാൻ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത്. ഒരുപാട് ആലോചിച്ച് ആ കുട്ടിക്ക് അർഹതയുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ കുഞ്ഞിനെ വീടെടുത്ത് കൊടുക്കാൻ, കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ NSS വളണ്ടിയർമാരെല്ലാം അതിൻ്റെ കൂടെ നിന്നു. അപ്പോൾ നമ്മൾ ഒന്നുമില്ലായ്മയെന്ന് ഞങ്ങൾ ഒരു വീടെടുത്ത് കൊടുത്തു. കുട്ടികളെ എല്ലാ കാര്യത്തിലും എനിക്ക് മനസ്സിലായെന്നാണെന്നല്ല, തീർച്ചയായിട്ടും അത്രയും അർഹതപ്പെട്ട ഒരു കുട്ടിക്ക്, ആക്രി പറക്കുന്ന ഒരു കുട്ടിക്ക്, അതായത് പിന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വീടെടുത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ മഹാസംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ടീച്ചർ അതിന് എലിജിബിൾ ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ടീച്ചർ അതിന്റെ സാമ്പത്തികം കണ്ടെത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായോ, എന്താണ് അവസ്ഥ?